നിങ്ങൾ മുണ്ടെടുത്ത പ്ലാവിനെ കണ്ടിട്ടുണ്ടോ? ഇതിന് പുറകിലൊരു കഥയുണ്ടേ. ഞങ്ങളുടെ ഇവിടെ കെയ്ൻസിൽ ഇപ്പം ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സമയമാട്ടോ. ഇവിടെ നമ്മൾ പുറത്തേക്ക് എവിടെ നോക്കിയാലും റോഡിനൊക്കെ സൈഡിലും ഇവിടുത്തെ പാർക്കുകളിലും ഒക്കെ കുറേ പ്ലാവുകളും മാവുകളും ഒക്കെ കാണാം. എന്നിട്ട് ഈ പ്ലാവിൽ നിറയെ ചക്കയാ. നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെ സ്ഥലമില്ലാണ്ട് കമ്പിൽ നിറയെ ചക്കകൾ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്കൊരു വിഷമം. എൻ്റെ വീട്ടിലെ പ്ലാവിൽ ചക്ക ഉണ്ടാകുന്നുണ്ടെങ്കിലും പൊട്ടച്ചക്കകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഓർത്തത്, നാട്ടിൽ പണ്ടിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പ്ലാവിന് മുണ്ടുടിപ്പിച്ചാലും പ്ലാവിൽ ചെരുപ്പ് കെട്ടി തൂക്കിയാലും പ്ലാവിന് നാണം വന്നിട്ട് പ്ലാവ് നമുക്ക് നല്ല ചക്ക തരുമെന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസമോ അന്ധവിശ്വാസമോ അതിൻ്റെ പുറത്ത് ഞാനൊന്ന് മുണ്ടുടിപ്പിച്ച് നോക്കിയതാണ്. നമുക്ക് നോക്കാം ഇപ്രാവശ്യം നല്ല ചക്ക വിരിയുമോ എന്ന്. നോക്കിക്കേ, എന്തേരം മാപ്പൂക്കളാണ്. നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള മാവുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നാട്ടിൽ നമ്മുടെ പറമ്പിലാണെങ്കിൽ പണ്ടത്തെ കാലത്ത് ഒരു നാടൻ മാവോ ഒരു മൂവാണ്ടൻ മാവോ പേരയ്ക്കാമാവോ അങ്ങനത്തെയൊക്കെ മാവല്ലേ ഉള്ളൂ. ഇവിടെ നമ്മൾ എവിടെ നടക്കാൻ പോയാലോ വഴികളുടെ സൈഡുകളിലൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് കാണാം പല ടൈപ്പിലുള്ള മാവുകൾ നിൽക്കുന്നത്. അത് ഇപ്രാവശ്യം നോക്കിയപ്പം എല്ലാ മാവുകളും നിറച്ച് പൂത്തിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞി കുഞ്ഞി ഇപ്പം കന്നിമാങ്ങയൊക്കെ ഉണ്ടായി വരുന്ന സമയമാണേ. ചില മാവിലാണെങ്കിൽ കുറച്ച് വലിയ മാങ്ങകളും ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം കുറേ മാങ്ങകൾ പറിച്ചിട്ട് ഉപ്പിലിടണമെന്ന് എൻ്റെ ആഗ്രഹം.